നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ പ്രതിദിന കൊറോണ കേസുകളുടെ എണ്ണത്തിൽ വർധനവ് തുടരുന്നു. 24 മണിക്കൂറിനിടെ 4548 പേർക്ക് രോഗം. TPR 12.9%. കേരളം ഉൾപ്പെടെയുള്ള 8 സംസ്ഥാനങ്ങളിലെ കൊറോണ വ്യാപനത്തിൽ ആശങ്കയറിയിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 1.94 ലക്ഷമായി ഉയർന്നു. സംസ്ഥാനത്ത് ഇന്ന് 12,742 പേർക്ക് കൂടി രോഗബാധ. ഡിലിറ്റ് വിഷയത്തിൽ വിവാദത്തിനില്ലെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം. വൈസ് ചാൻസലറുടെ യോഗ്യതയിൽ സംശയമില്ല. ചാൻസലറുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും യോഗം. ചാൻസലർ എന്ന നിലയിൽ തുടർന്നാൽ നടപടിയുണ്ടാകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വൈസ് ചാൻസലറല്ല, ഭാഷയാണ് വിമർശിച്ചതെന്നും ഗവർണർ. കേരളയിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് ഹൈക്കോടതി. പോർവിളി നടത്തിയല്ല വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. വീടുകളിലേക്കുള്ള പ്രവേശനം തടഞ്ഞ് അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്നത് അനുവദിക്കാനാകില്ല. കേന്ദ്ര നിലപാട് ഉടൻ അറിയിക്കണമെന്നും ഹൈക്കോടതി. കേരളത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പൊതുവേദി രൂപപ്പെടുത്തുമെന്ന് കെ സുരേന്ദ്രൻ. ISRO ചെയർമാൻ സ്ഥാനത്ത് വീണ്ടും മലയാളി. ആലപ്പുഴ സ്വദേശിയായ സോമനാഥ് ചുമതലയേൽക്കും. നിയമനം കെ ശിവൻ വിരമിക്കുന്ന ഒഴിവിൽ. മകരസംക്രമ സന്ധിയിൽ ശബരീശ്വര ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. തിരുവാഭരണം സന്നിധാനത്തെത്തുക 14 വൈകിട്ട്. വിശദമായ വാർത്തയിലേക്ക്. അതീവ ജാഗ്രത. കേരളത്തിൽ കുതിച്ചുയർന്ന ഒമിക്രോൺ വ്യാപനം. 76 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. 43 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഒമിക്രോൺ രോഗികളുടെ എണ്ണം 421. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ ഒമിക്രോൺ ക്ലസ്റ്റർ രൂപപ്പെട്ടു. സ്വകാര്യ നഴ്സിംഗ് കോളേജിലാണ് ക്ലസ്റ്റർ രൂപപ്പെട്ടത്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന കൊറോണ രോഗികൾ. ഇന്ന് 12,742 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇന്ന് 17.5% TPR നിരക്ക്. അതീവ ജാഗ്രത ഇല്ലെങ്കിൽ ആപത്തെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ കൊറോണ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇന്നലെ 9,066 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ആശുപത്രി കിടക്കകൾ, ICU, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ പ്ലാന്റുകൾ, മരുന്നുകളുടെ ലഭ്യത എന്നിവ ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 13 കമ്മിറ്റികളെയും സാഹചര്യം വിലയിരുത്തുന്നതിനായി നിയോഗിച്ചു. ക്രിസ്മസ്, ന്യൂ ഇയർ ഭാഗമായുള്ള തിരക്കിലൂടെയാണ് സമ്പർക്ക രോഗബാധ വർദ്ധിച്ചതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ഒമിക്രോണിനേക്കാൾ ഡെൽറ്റ ക്ലസ്റ്ററുകളാണ് മിക്ക ജില്ലകളിലും രൂപപ്പെട്ടിരിക്കുന്നത്. ജില്ലകളിൽ ഓരോ CFLTC എങ്കിലും തയ്യാറാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കൊറോണ ബ്രിഗേഡ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 100% രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. എന്നാൽ ഇൻഡോർ പരിപാടികൾക്ക് 50 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും CPM പാർട്ടി സമ്മേളനങ്ങളിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. കുവൈറ്റിൽ പ്രതിദിന കൊറോണ കേസുകളുടെ എണ്ണത്തിൽ വർധനവ് തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4548 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 12.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 28,466. മരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 741 പേർ രോഗമുക്തി നേടി. വിവിധ ആശുപത്രികളിലായി 17 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. ചാൻസലർ പദവിയിൽ തുടർന്നാൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് ഗവർണർ. വൈസ് ചാൻസലറെ താൻ വിമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കത്തിലെ ഭാഷയാണ് ചൂണ്ടിക്കാണിച്ചതെന്നും ഗവർണർ വ്യക്തമാക്കി. അതേസമയം വൈസ് ചാൻസലർക്ക് പിന്തുണയുമായി സിൻഡിക്കേറ്റ് രംഗത്തെത്തി. വിവാദം വേണ്ട എന്നും സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനം. ചാൻസലർ പദവിയിൽ തുടർന്നാൽ തെറ്റു ചെയ്തവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നറിയിപ്പ്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ VC തീരുമാനം പറഞ്ഞത് തെറ്റെന്നും ഭരണഘടനാ പദവികളെ ബഹുമാനിക്കാൻ ബാധ്യതയുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. വൈസ് ചാൻസലറെ താൻ വിമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കത്തിലെ ഭാഷയാണ് ചൂണ്ടിക്കാണിച്ചതെന്നും ഗവർണർ പറഞ്ഞു. I am asking you, I had given him instruction, I am chancellor. Call the meeting of the syndicate. He does not call the meeting of the syndicate. And then he says that syndicate has turned it down. Anybody who speaks what is the truth will feel nervous. I have already said that I want to give more time to the government to rethink about the whole issue.
because I have declared my intention that the day I resume my duty, if I resume, it will disturb the calm waters, that I will start with drastic action. അതേസമയം വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ച അടിയന്തര സിൻഡിക്കേറ്റ് യോഗം VCയെ പൂർണ്ണമായി പിന്തുണച്ചു. വിവാദത്തിനില്ലെന്നും രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്ന വിഷയം സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്തില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുറന്ന് സമ്മതിച്ചു. ഇതിന് തീരുമാനമെടുക്കേണ്ടത് സെനറ്റാണ്. സെനറ്റ് കൂടുന്നതിന് തന്നെ സാധാരണ നിലയിൽ 4 മാസത്തെ ഇടവേളയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കണം. അപ്പോൾ ഇതെല്ലാം വ്യക്തതയില്ലാതെ അങ്ങനെ യോഗങ്ങൾ വിളിച്ചാൽ അതൊരു വിവാദമായി മാറും. നിയമപ്രശ്നവും പ്രോട്ടോകോൾ വിഷയമല്ല, അതിനെക്കുറിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് വേണം എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത ശ്രമം. ഇതോടെ ഭരണപക്ഷ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. ജനം, തിരുവനന്തപുരം. ജനം ക്യാമ്പയിൻ കേരളത്തെ മുറുക്കണോ? കേരളയിൽ നിലപാട് ഘടിപ്പിച്ച് ഹൈക്കോടതി. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേരളയിൽ നിന്ന് രേഖപ്പെടുത്തിയ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വിലക്ക് തുടരും. കല്ലിടൽ വിലക്ക് നീക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. കേരയിൽ പദ്ധതി പോർവിളിച്ചുകൊണ്ട് നടത്താനാകില്ല. ജനങ്ങളെ ഭയപ്പെടുത്തിയോ ബലപ്രയോഗത്തിലൂടെയോ അല്ല പദ്ധതി നടപ്പിലാക്കേണ്ടത്. നിയമാനുസരണം മാത്രമേ നടപടികൾ പാടുള്ളൂവെന്നുമാണ് ഹൈക്കോടതിയുടെ നിലപാട്. കേരളയുമായി ബന്ധപ്പെട്ടുള്ള കല്ലിടൽ തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് വിഷയത്തിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത്. പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നിയമലംഘനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ലെന്നും കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. കേരളയിൽ നിന്ന് രേഖപ്പെടുത്തിയ വലിയ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് ഹൈക്കോടതി നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വിലക്ക് നീക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി വിസമ്മതിച്ചു. സർവേ നിയമപ്രകാരമല്ലാത്ത കല്ലുകൾ സ്ഥാപിക്കുവാൻ പാടുള്ളതല്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടക്കാല ഉത്തരവിട്ടു. വീടുകളിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് കല്ലുകൾ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടെന്നും ഇത് അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം സിൽവർ ലൈനായി 2832 കല്ലുകൾ വിവിധ ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കേരയിൽ കമ്പനി കോടതി അറിയിച്ചു. കേരളയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമായ നിലപാട് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി ഹൈക്കോടതി വിശദവാദത്തിനായി ഈ മാസം 20 മാറ്റി. ജനം, കൊച്ചി. കേരളയിൽ പ്രചാരണത്തിനായി കോടികൾ മുടക്കി ലഘുലേഖകൾ അച്ചടിക്കാനൊരുങ്ങിയ സർക്കാർ 50 ലക്ഷം കൈപ്പുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള ടെൻഡർ സർക്കാർ പുറത്തിറക്കി. അതിനിടെ പദ്ധതി നടത്തിപ്പിനായുള്ള കടമെടുപ്പുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ജില്ലാതലത്തിൽ കേരളയുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ടെത്തുന്ന യോഗങ്ങൾക്ക് ചിലവിരട്ടിയാണ്. ഇതിനിടയിലാണ് പദ്ധതി വിശദീകരിച്ചുകൊണ്ടുള്ള ലഘുലേഖ പുറത്തിറക്കുന്നത്. 50 ലക്ഷം കൈപ്പുസ്തകങ്ങൾ അച്ചടിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിക്കുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. കേരളത്തിൽ ആസ്ഥാനവും സ്വന്തമായി അത്യാധുനിക പ്രിന്റിംഗ് സംവിധാനമുള്ള പ്രസ്സുകൾക്കാണ് ടെൻഡറുകളിൽ പങ്കെടുക്കാനാവുക. 28-നകം ഓൺലൈനായി ടെൻഡർ നൽകണമെന്നാണ് നിർദ്ദേശം. 29-ന് ഇവ പരിശോധിച്ച് അടുത്ത മാസം ആദ്യവാരത്തോടെ പ്രിന്റിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാവും ഇവ വീടുകളിൽ എത്തിക്കുക. കോടികളാണ് ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതികൾക്കായുള്ള ഫണ്ട് വിദേശ ഏജൻസികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിക്കുമെന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. ജൈക്ക ഫണ്ട് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. AIIB, ADB എന്നിവയുമായി ചർച്ച പൂർത്തിയാക്കിയെന്നും കടമെടുക്കാത്ത സർക്കാരുകളില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ചിന്തയിൽ എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയത്. യാതൊരു പഠനവും നടത്താതെ കടം വാങ്ങി നടപ്പാക്കുന്ന പദ്ധതിയുടെ ബാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ജനം, തിരുവനന്തപുരം. കേരളയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരളത്തിന്റെ പേരിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ BJP അനുവദിക്കില്ല. കേരളത്തിനെതിരെ വേണ്ടിവന്നാൽ BJP കേരള ഘടകം പ്രധാനമന്ത്രിയെ വരെ കാണുമെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരയിൽ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചെന്ന പിണറായി വിജയന്റെ വാദം പച്ചക്കള്ളമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്നാൽ BJP പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രാനുമതി കിട്ടുമെന്ന് പിണറായി വിജയൻ മനപ്പായസമുണ്ണണ്ട. കേരളത്തിനെതിരെ വേണ്ടി വന്നാൽ BJP കേരള ഘടകം പ്രധാനമന്ത്രിയെ വരെ കാണുമെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരെയും ആവശ്യമാണെങ്കിൽ
പ്രധാനമന്ത്രിയെയും സന്ദർശിച്ച് കേരളത്തിനെതിരായിട്ടുള്ള വലിയ ജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വിശദമായിട്ടുള്ള കേരള ഘടകത്തിൻ്റെ അഭിപ്രായം, പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ അഭിപ്രായം ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയെയും ബോധ്യപ്പെടുത്തി ധരിപ്പിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വികസന പദ്ധതിക്കും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിനെതിരായി BJP പൊതു പ്ലാറ്റ്ഫോം രൂപീകരിക്കും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് പ്രവർത്തിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിനെതിരായി ചിന്തിക്കുന്ന, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. ആ ആളുകളെ എല്ലാം ഒരേ കൊടിക്കീഴിൽ അണിനിരത്തി ഒരു വലിയ ബഹുജന മുന്നേറ്റമായി കേരള വിരുദ്ധ സമരം കൊണ്ടുപോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം ആഗ്രഹിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിൽ കേരള വിരുദ്ധ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു. ജനം, തിരുവനന്തപുരം. അബുദാബിയിൽ കൊറോണ ബാധിതരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ പരിശോധന നടത്തണമെന്ന് അധികൃതർ. അബുദാബിയിൽ സൗജന്യ കൊറോണ പരിശോധനയ്ക്ക് 24 മണിക്കൂറും അവസരമൊരുക്കിയിട്ടുണ്ട്. അബുദാബിയിൽ കൊറോണ ബാധിതരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ പരിശോധന നടത്തണമെന്നും പോസിറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വാക്സിൻ എടുക്കാത്തവർക്ക് 10 ദിവസവും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് 7 ദിവസവുമാണ് ക്വാറന്റൈൻ. വാക്സിൻ എടുക്കാത്തവർ 9-ാം ദിവസവും സ്വീകരിച്ചവർ 6-ാം ദിവസവും PCR പരിശോധന നടത്തണമെന്ന് അബുദാബി ഹെൽത്ത് അതോറിറ്റി വ്യക്തമാക്കി. പോസിറ്റീവ് ആണെങ്കിൽ വാഹനത്തിൽ ഇരുന്നുള്ള മറ്റൊരു പരിശോധനയ്ക്ക് കൂടി വിധേയരാകാം. ഇതിലും പോസിറ്റീവ് ആണെങ്കിൽ ഉടൻ അംഗീകൃത ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് മാറണം. അൽ മഫർക്ക് ആശുപത്രി, മുഷ്രിഫ് കൊറോണ സെന്റർ, അൽഗുബൈസിലെ കോൺഫറൻസ്, ദഫ്ര മദീന സായിദ് സെന്റർ എന്നിവയ്ക്ക് പുറമെ ദഫ്രയിലെ മറ്റ് ആശുപത്രികളിലും കൊറോണ പരിചരണ സൗകര്യമുണ്ട്. 24 മണിക്കൂറിനിടെ 2 നെഗറ്റീവ് ഫലം, 10 ദിവസം ക്വാറന്റൈൻ എന്നിവയാണ് ക്വാറന്റൈൻ അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ. അബുദാബിയിൽ സൗജന്യ കൊറോണ പരിശോധനയ്ക്ക് 24 മണിക്കൂറും അവസരമൊരുക്കിയിട്ടുണ്ട്. മുസഫ വ്യവസായ മേഖലയിലെ 12, 32 എന്നിവിടങ്ങളിലെ തമൂഹ് ഹെൽത്ത് കെയർ ടെന്റുകളിലാണ് പരിശോധനയ്ക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്. ഓരോ ടെന്റിലും എടുക്കുന്ന സാമ്പിൾ ലാബിലേക്ക് അയക്കുന്നത് 6 തവണകളാക്കി വർദ്ധിപ്പിച്ചു. ഇതോടെ തിരക്ക് കുറയുന്നതിനൊപ്പം ഫലം വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. ജനം, ദുബായ്. കുട്ടികൾ കോഡ് ചെയ്ത് നിർമ്മിച്ച സ്വന്തം വെബ്സൈറ്റുകൾ ഒരേ സമയം ഏറ്റവും കൂടുതൽ പേർ ലോഞ്ച് ചെയ്തതിനുള്ള ഗിന്നസ് റെക്കോർഡ് അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിന്. ഇത് 2ാം തവണയാണ് ഹാബിറ്റാറ്റ് സ്കൂളിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത്. ഹാബിറ്റാറ്റ് സ്കൂൾസ് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാൻ, അൽജുർഫ് അജ്മാൻ, അൽത്തല്ല അജ്മാൻ എന്നീ സ്കൂളുകളിൽ നിന്നുള്ള 4 മുതൽ 12 വരെയുള്ള ഗ്രേഡുകളിലെ 2803 വിദ്യാർത്ഥികളാണ് വീഡിയോ ഹാങ് ഔട്ടിൽ പങ്കെടുത്തത്. 542 ഉപയോക്താക്കളുമായി വൈപേ ജമൈക്ക സ്ഥാപിച്ച റെക്കോർഡാണ് ഹാബിറ്റാറ്റ് സ്കൂൾസ് മറികടന്നത്. ഇത് 2ാം തവണയാണ് ഹാബിറ്റാറ്റിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത്. 2019 നിശ്ചിത സമയത്തിനുള്ളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തൈകൾ വിതരണം ചെയ്തതിനായിരുന്നു ആദ്യ റെക്കോർഡ്. ഹാബിറ്റാറ്റ് സ്കൂളുകളിൽ ചെറിയ ക്ലാസ് മുതൽ കോഡിംഗ് പഠിപ്പിക്കുന്നതായും ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗങ്ങൾ നേരിട്ടെത്തിയാണ് റെക്കോർഡ് സ്ഥിരീകരിച്ചതെന്നും സ്കൂൾ ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സഗർ അൽ നുമൈമി, MD CT ഷംസു സമാൻ എന്നിവർ പറഞ്ഞു. Today we have been recognized, as work of our students have been recognized globally by achieving a Guinness World Record for the most users in a web development video hangout. NB മുഹമ്മദ് ഹാരിസ്, ഹാബിറ്റാറ്റ് CEO CT ആദിൽ, അക്കാദമിക് ഡീൻ വസീം യൂസഫ് ഭട്ട്, പ്രിൻസിപ്പൽമാരായ ഖുറത്തൈൻ, മറിയം നിസാർ, ബാലറെഡ്ഡി അമ്പാടി, വിദ്യാർത്ഥികളായ ബെഞ്ചമിൻ അടവോലെ അഡഡോയിങ്, മയൂരി എസ് മേനോൻ, മുഹമ്മദ് റാസിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, അജ്മാൻ. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ദേശീയ യുവജന ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഓൺലൈനായി ആരംഭിക്കുന്ന പരിപാടി വനിതാ വേദിയാണ് നേതൃത്വം വഹിക്കുക. പരിപാടിയുടെ ഉദ്ഘാടനം TP ശ്രീനിവാസൻ നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തും. കുവൈറ്റ് ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ദേശീയ യുവജന ദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ യുവജനദിന സന്ദേശം നൽകി. യുവജനങ്ങളാണ് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സമ്പത്തും ചാലകശക്തിയുമെന്നും നാളത്തെ നേതാക്കൾ എന്ന നിലയിൽ ഇന്ന് തന്നെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി സ്വയം സമർപ്പണം നടത്തണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. അധ്യാപകരായ മൃദുല വിപിൻ, ആർലിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ലോക എക്സ്പോ 2020 ദുബായിയുടെ പ്രവേശനത്തിലുള്ള സീസൺ പാസ് നിരക്ക് 495 ദിർഹത്തിൽ നിന്ന് 195 കുറച്ചു. എക്സ്പോ അവസാനിക്കുന്ന മാർച്ച് 31 വരെ ഇത് ഉപയോഗിക്കാം. ഒരു ദിവസം 10 സ്മാർട്ട് ക്യൂ ബുക്കിംഗ് സൗകര്യവും ഇതോടൊപ്പം ലഭിക്കും. പവലിയനിൽ ക്യൂ നിൽക്കാതെ കയറാം. പ്രവൃത്തി ദിനങ്ങളിലെ നിരക്ക് 45 ദിർഹമായി തുടരും. 18 വയസ്സിൽ താഴെയുള്ളവർ, 60 വയസ്സ് കഴിഞ്ഞവർ, ലോകത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തിരിച്ചറിയൽ കാർഡ് ഉള്ളവർ, വിദ്യാർത്ഥികൾ, പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർ എന്നിവർക്ക് പ്രവേശനം സൗജന്യമാണ്. ലോക പ്രണയ ദിനത്തിന് മുന്നോടിയായി ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ പ്രണയലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. അക്ഷരങ്ങളിലൂടെയുള്ള പ്രണയം, അക്ഷരങ്ങളിലുള്ള പ്രണയം എന്ന തലക്കെട്ടിലാണ് മത്സരം. എല്ലാം ഓൺലൈനിലേക്ക് മാറുകയാണ്. പ്രണയലേഖനങ്ങൾ പോലും. അക്ഷരങ്ങളിലൂടെയുള്ള പ്രണയം നഷ്ടപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ അക്ഷരങ്ങളെ പ്രണയിക്കുക എന്ന കർത്തവ്യമാണ് ഏറ്റെടുക്കുന്നത്. പ്രണയലേഖന മത്സരത്തെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ: എല്ലാവർക്കും പ്രണയമുണ്ട്. ചിലവരത് ധൈര്യപ്പെട്ട് തുറന്നു പറയുന്നു, ചിലവരത് മറച്ചു വയ്ക്കുന്നു, ചിലവർക്ക് സാങ്കല്പിക പ്രേമമാണ്. അങ്ങനെ പലതരത്തിലുണ്ട്. ഒരുപാട് പേര് മറന്നിട്ടുണ്ടാവും എഴുത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ. അക്ഷരങ്ങളൊക്കെ വളയുന്നുണ്ടാവില്ല. അപ്പോൾ അക്ഷരങ്ങൾ വളയ്ക്കാനും നമുക്ക് എഴുത്തെഴുതി ഇൻലൻഡൊക്കെ എഴുതി പോസ്റ്റ്മാൻ വരുന്നത് നോക്കി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുക, ലെറ്റർ കാണുക. അപ്പോൾ അതൊക്കെ ഒരു സുഖകരമായ അവസ്ഥയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ല. അപ്പം നമ്മൾ അതും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ 2 കാലിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2ലും കാലിടാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രണയലേഖനങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പ്രത്യേക തപാൽ ബോക്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോച്ചെ PB നമ്പർ 43, തൃശൂർ, പിൻ 680001 എന്നതാണ് വിലാസം. ഭാഷയെയും എഴുത്തിനെയും പ്രോത്സാഹിപ്പിക്കാനായി ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണയുമായി എഴുത്തുകാരായ VK ശ്രീരാമൻ, KP സുധീര, കവി റഫീഖ് അഹമ്മദ് എന്നിവർ ഒപ്പമുണ്ട്. തുറന്നെഴുതാനും അതിലൂടെ സ്വന്തം കൈയക്ഷരത്തിലൂടെ അവനവനെ ആവിഷ്കരിക്കാനുമുള്ള ഒരു അവസരം ഇവിടെ ശ്രീ ബോബി മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പ്രണയലേഖനങ്ങൾ എഴുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങൾ നമ്മൾ കടലാസിലേക്കാണ് എഴുതുക, അല്ലേ? ഇപ്പോഴത്തെ ഇത് വാട്സപ്പാണ് ഇന്നത്തെ കാലം. പിന്നെ അക്ഷരങ്ങളോടുള്ള പ്രണയം, അതേപോലെ അക്ഷരം തെറ്റാതെ അവനവൻ്റെ ആത്മാവിനെ ആവിഷ്കരിക്കാനുള്ള ഒരു അവസരമാണിത്. എഴുത്തെഴുതി ഒരു മെയിലിൽ പോസ്റ്റ് ചെയ്യുക, പഴയൊരു സമ്പ്രദായമുണ്ട്. ആ കത്തിൻ്റെ അതിൻ്റെ ഒരു സർഗാത്മക പ്രവർത്തനം കൂടിയാണ് കത്തെഴുത്ത് എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. അങ്ങനെയാണ്. ഞാനിപ്പോഴും കത്തെഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്രണയലേഖനങ്ങൾ വിദഗ്ധ ജൂറി പരിശോധിക്കും. ആകർഷകമായ സമ്മാനങ്ങളാണ് ലേഖനങ്ങളെ കാത്തിരിക്കുന്നത്. ജനം, കോഴിക്കോട്. മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ S. സോമനാഥ് ISROയുടെ പുതിയ ചെയർമാൻ. നിലവിൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറാണ്. റോക്കറ്റ് സാങ്കേതികവിദ്യയിലും രൂപകൽപ്പനയിലും ഇന്ധനം വികസിപ്പിക്കുന്നതിനുമുള്ള മികവാണ് ഡോക്ടർ സോമനാഥിന്റെ നേട്ടത്തിന് പിന്നിൽ. സ്ഥാനലബ്ധി വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത ISRO ചെയർമാൻ S. സോമനാഥ് പ്രതികരിച്ചു. MGK മേനോൻ, K. കസ്തൂരിരംഗൻ, മാധവൻ നായർ, രാധാകൃഷ്ണൻ എന്നിവർക്ക് പിൻഗാമിയായാണ് ISROയുടെ പുതിയ ചെയർമാനായി മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ S. സോമനാഥ് എത്തുന്നത്. K. ശിവൻ സ്ഥാനമൊഴിയുന്നതോടെയാണ് ഡോക്ടർ S. സോമനാഥിനെ തേടി പുതിയ ഉത്തരവാദിത്തം എത്തിയത്. 3 വർഷത്തേക്കാണ് നിയമനം. സ്ഥാനലബ്ധി വലിയ ഉത്തരവാദിത്തമാണെന്ന് നിയുക്ത ചെയർമാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ 36 വർഷങ്ങളിൽ പല വിക്ഷേപണങ്ങളുടെ ഭാഗമാകാനും പല റോക്കറ്റുകളുടെ ഡിസൈനിൻ്റെ ഭാഗമാകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. VSSയും ISROയും സ്വകാര്യവത്കരിക്കില്ല. കൂടുതൽ ശേഷിയുള്ളവരെ കൊണ്ടുവരണമെന്ന് കരുതി സ്വകാര്യവൽക്കരണം സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. VSSയെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളൊരു അജണ്ടയേ അല്ല. ഇസ്രോ ഒരു സർവീസ് മേഖല മാത്രമല്ല, ഒരു കോർ ടെക്നോളജി മേഖലയാണ്. നമ്മൾ ഡെവലപ്പറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്, ടെക്നോളജി കണ്ടുപിടിച്ച് നിർമ്മിച്ചുണ്ടാക്കുന്നതാണ്. അതങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റുകയില്ല. തിരുവനന്തപുരം VSC ഡയറക്ടറാണ് നിലവിൽ സോമനാഥ്. ആലപ്പുഴ തുറവൂർ സ്വദേശിയാണ് സോമനാഥ്. നേരത്തെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2018 ജനുവരിയിലാണ് സോമനാഥ് VSC ഡയറക്ടറായി ചുമതലയേൽക്കുന്നത്. വിക്ഷേപണ വാഹന സാങ്കേതികവിദ്യയിൽ രാജ്യത്തെ വിദഗ്ധ ശാസ്ത്രജ്ഞരിൽ ഒരാളായ സോമനാഥിന്റെ നേട്ടം മലയാളികൾക്കും അഭിമാനമാണ്. ജനം, തിരുവനന്തപുരം. പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.